കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡെല്ലാം കുറച്ചൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. കാണാൻ അത്ര നല്ല ബ്യൂട്ടിഫുൾ അല്ല, എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ അടുത്തായിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടൊരു കുറേ ഒമാൻ്റെ ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് പോകാൻ കഴിയും. പ്രത്യേകിച്ച് പാസ്പോർട്ടോ വിസയൊന്നും വേണ്ട. കോർഫക്കാൻ സിറ്റിയിലേക്ക് പ്രവേശിച്ചു. ഇത് കോർഫക്കാൻ എന്ന് പറഞ്ഞാൽ ഷാർജയുടെ ഒരു ഭാഗമാണ്. ഷാർജയുടെ ചെറിയ മുനിസിപ്പാലിറ്റി എല്ലാം അടങ്ങുന്നതാണ് കോർഫക്കാൻ. കോർഫക്കാൻ അവരുടെ ഓഫീസാണിത്. ഓഫീസ് ഷാർജ മുനിസിപ്പാലിറ്റി ഓഫീസുകളൊക്കെയാണ്. ഗവൺമെൻറ് മന്ദിരങ്ങളാണ്. കണ്ടില്ലേ, ഇവിടുത്തെ ഗവൺമെൻറ് മന്ദിരങ്ങൾ കാണാൻ തന്നെ നല്ലൊരു പ്രത്യേകതയാണ്. വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, കെട്ടിടങ്ങളെല്ലാം തന്നെ. അത് കണ്ടില്ലേ, അങ്ങ് അകലൊരു മോസ്ക് കാണാം. ഈ റൗണ്ട് ഫോട്ടൊക്കെ മനോഹരമായി ചെയ്തേക്കുകയാണ്. ഇവിടെ ഒരു വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മന്ദിരം കാണാം. വാസ്തുകലയുടെ ഒരു അപൂർവ ദൃശ്യമാണത്. കോർഫക്കാൻ പട്ടണത്തിലേക്ക് ഏകദേശം നമ്മൾ കടന്നു. അധികം തിരക്കൊന്നുമില്ല. കോർഫക്കാൻ മെയിനായിട്ട് ബീച്ചാണ്. നമ്മുടെ കോവളം ബീച്ച് പോലുള്ള സ്ഥലമാണ്. വളരെ ശാന്തസുന്ദരമായൊരു സ്ഥലമാണ്. പിന്നെ അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഷിപ്പുകളുടെ ആങ്കറിങ്ങും ഉണ്ട്. അവിടെ കുയ്യേറ പോലെ തന്നെ അത്ര വലുതല്ലെങ്കിലും ഒരു ചെറിയൊരു ആങ്കറിങ്ങാണ്. പക്ഷെ നമുക്ക് അടുത്ത് കാണാൻ കഴിയും ഷിപ്പുകളൊക്കെ ഒന്ന് കിടക്കുന്നത്. ഒരുപാട് ആൾക്കാർ. കോർഫക്കാനിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. എല്ലാം തുറക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ താമസിച്ചേ തുറക്കത്തുള്ളൂ. കസ്റ്റമറെല്ലാം തന്നെ ഈവനിങ്ങിലായിരിക്കും വരുന്നത് കൂടുതലായിട്ട്. പിന്നെ പള്ളിയിൽ നിന്ന് വലുതായിട്ട് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് പള്ളിയിൽ തുറന്നിട്ടുണ്ടെങ്കിലും അത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. ആ കപ്പാസിറ്റിയുടെ 20-30%. ആ ടൈമിംഗ് ഉണ്ട്, വളരെ കുറഞ്ഞ ടൈമിംഗ് മാത്രമേ ഉള്ളൂ. ഇപ്പം കൊറോണയുടെ പിടിയിൽ നിന്നെല്ലാം മാറണം, എന്നാൽ മാത്രമേ ഇവിടെ എല്ലാം തന്നെ നമുക്ക് ശരിക്ക് ആൾക്കാരുണ്ടാകത്തുള്ളൂ, ജീവൻ വയ്ക്കുകയുള്ളൂ. കൂടുതലും അറബികൾക്ക് വേണ്ടിയുള്ള കടകളാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് കോർഫക്കാനിൽ. Here Fujairah, no Fujairah taxi, only Sharjah taxi available. കോർഫക്കാനിലെ ബീച്ചിൻ്റെ ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ബീച്ചിലേക്കുള്ള യാത്രയാണ്. ടൗൺ ഏകദേശം ടൗണിൻ്റെ ഒരു സൈഡിലായിട്ട് വരും ബീച്ച്. അതാണ് ബീച്ചിൻ്റെ ഏരിയയാണ്.
ഗംഭീരമാക്കിയിട്ടുണ്ട് ബീച്ച്. നല്ല നീല കടലാണ് ഇപ്പം കാണുന്നത്. നല്ല അന്തരീക്ഷം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നു. പാർക്ക് ചെയ്തിട്ട് അടുത്തുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഹലോ എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. ഇത് കോർഫക്കാൻ ഏരിയയാണ്. അതായത് സാധാരണ നമ്മൾ UAE-യിലെ ഏറ്റവും നല്ല ബീച്ചുകളിലൊന്നാണ് ഈ കോർഫക്കാൻ ബീച്ച്. അപ്പോൾ ഞാൻ അവിടേക്കാണ് ഇന്ന് രാവിലെ എത്തിയത്. വെള്ളിയാഴ്ചയാണ്. ശരിക്ക് വെള്ളിയാഴ്ച തന്നെ ആൾ കുറവായിരിക്കും, ഈവനിങ്ങിലായിരിക്കും കൂടുതൽ ആൾക്കാരുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. കോർഫക്കാൻ ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ല അന്തരീക്ഷമായതിനാൽ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ബീച്ചിലേക്കൊന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ബോർഡിൻ്റെ ഇവിടെ വിശാലമായിട്ട് നടക്കാനുള്ള വാക്ക് വേ തന്നെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നല്ല മനോഹരമായി പുല്ലുകളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് തന്നെ അങ്ങനെ ദൂരെയായിട്ട് ഒരു വലിയ ബിൽഡിംഗ് കാണാം അതിൻ്റെ മുകളിലിരിക്കുന്നത്. ഇത് നമ്മളിവിടെ എൻട്രൻസ് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും അഡ്വഞ്ചർ സ്പോർട്സ് അങ്ങനെയുള്ള എല്ലാം തന്നെ ഉണ്ട്. വൈകുന്നേരമായാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുക്കിംഗ് അനുവദിക്കുന്ന അറിഞ്ഞൂടാ. നേരത്തെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് കുക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്, ബാർബിക്യൂ ചെയ്യാറുണ്ട് ആൾക്കാർ. ഇങ്ങനെ പാർക്ക് നീണ്ടു കിടക്കുകയാണ്. നേരെ നമുക്ക് ആ വെള്ളത്തിനടുത്തേക്ക് പോകാം. അതിന് കടൽ നല്ല കളറായിട്ട് കിടക്കുന്ന നീല കളറാണ്. കണ്ടില്ലേ, ഇവിടുത്തെ തീരദേശങ്ങളിൽ തെങ്ങുകളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ. കടലിൻ്റെ കളറാണ്, അതിഗംഭീരമായൊരു കളറാണ്. നമുക്ക് കാണാൻ കഴിയും. നല്ല നീല കളറ്. നീല കളറ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ആ മലകൾ. ഇവിടെ നിന്ന് ചെറിയൊരു സ്പീഡ് ബോട്ട് ടൈപ്പുള്ളൊരു ബോട്ടുണ്ട്. അടുത്തൊരു ചെറിയ ഐലൻഡ് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ഞാനതിനും പോയിട്ടില്ല. ഒരു ദിവസം പോകണം. ഡേഞ്ചറസ് ആണ്. കടലിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് പോകേണ്ടതാണ്. അവിടത്തേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത്. കണ്ടില്ലേ, ഇവിടുത്തെ നമ്മളെ കോവളം ബീച്ച് പോലെ സ്ഫടിക തുല്യമായ വെള്ളമാണ് ഇവിടെ ഉള്ളത്. അങ്ങകലെ കാണുന്നതാണ് ആങ്കറിങ് ഏരിയയാണ്. ഷിപ്പുകളൊക്കെ വന്ന് അടുക്കാറുണ്ട് അവിടെ. ഇന്ന് കുറേയധികം ആൾക്കാരെല്ലാം ഉണ്ട് ഈ ഏരിയയിൽ. സ്പീഡ് ബോട്ട് ചെയ്യുകയാണ്. കുറേയധികം ആൾക്കാരുണ്ട്. സ്കൂട്ടർ ടൈപ്പുള്ള ബോട്ടുകളാണിത്. ഇങ്ങനെ റെന്റ് ചെയ്ത് പോകും. മണിക്കൂർ വെച്ച് റെന്റ് ചെയ്താണ് പോകുന്നത്. അപ്പം എനിക്ക് സമയമില്ലാത്തതിനാൽ അല്ലെങ്കിൽ ഒരു ദിവസം യാത്ര ചെയ്യണം. ശരിക്കും ആൾക്കാർ ഇതിനു വേണ്ടി പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത്തരം ബോട്ടുകളാണ്, സ്കൂട്ടർ ടൈപ്പുള്ളതാണ്. 2 പേർക്ക് ഇതിന് യാത്ര ചെയ്യാൻ പറ്റും. ഇതൊരു സ്പീഡ് ബോട്ടാണ്. ഇതെല്ലാം തന്നെ യാത്രക്കാർ വെയിറ്റ് ചെയ്യുകയാണ്.
ഇതാ ദ്വീപിലേക്ക് പോകുന്ന വണ്ടികളായി കിടക്കുന്നത് പല കമ്പനിക്കാരുടേതാണ്. ഒരു ബോട്ട് അങ്ങനെ ഇവിടെ നിന്ന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിൻ്റെ സ്പീഡ് ബോട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കരയിലേക്ക് കയറി. ഇറങ്ങാൻ തന്നെ നല്ലൊരു പണിയാണ്. കുഴിച്ചിറങ്ങണം. അത് മൂവ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബോട്ടിങ്ങിന് അടുത്തേക്ക് വരുന്നുണ്ട്, ഒരു സ്കൂട്ടർ ടൈപ്പിലുള്ള സാധനം. ഇവിടെ ലൈഫ് ഗാർഡ് എപ്പോഴും ഡ്യൂട്ടി ഉണ്ടായിരിക്കും. മുകളിൽ കാണുന്ന മല, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മല കാണാം. ഒരു ബോട്ടിങ്ങനെ അവിടത്തേക്ക് അടുക്കുകയാണ്. ബോട്ടിൽ യാത്ര ചെയ്യാൻ ആദ്യമൊക്കെ ആൾക്കാർക്ക് പേടിയാണ്. കടലായതുകൊണ്ട് കടലിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. എന്നാലും സുരക്ഷിതമായ മാർഗ്ഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ബോട്ട് യാത്രയൊക്കെ ചെയ്യുന്നത്. എല്ലാ സുരക്ഷിതമായ സജ്ജീകരണങ്ങളും ഈ വാഹനത്തിലുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ലൈഫ് ഗാർഡ് എല്ലാ സമയത്തും നിരീക്ഷണം ഉണ്ടായിരിക്കും. ഇതാണ് കോർപ്പക്കാലിൻ്റെ കാഴ്ചയാണിത്. ഫുൾ വ്യൂ ആണ്. ഈ ഒരു കാഴ്ച കാണാൻ തന്നെയാണ് ഇവിടെ ആൾക്കാർ വരുന്നത് തന്നെ. പിന്നെ തിരകൾ വളരെ കുറവാണ്. ഇവിടെ ഉൾക്കടലായതിനാൽ തിര വളരെ കുറവാണ്. ഇവിടെ അടുത്ത് ഇതിൽ കൂടെ തന്നെ ഉള്ളൊരു പാർക്കാണ്. വളരെ നീളമേറിയൊരു പാർക്കാണ്. മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷമാണ് ഇവിടെ. ശരിക്കും കൊറോണ അല്ലെങ്കിൽ ഇവിടെ ശരിക്കും ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ഇവിടെ ഏകദേശം 2 കിലോമീറ്റർ നീളത്തിന് വാക്ക് വേ ഉണ്ട്. എക്സസൈസ് ചെയ്യണവർക്കൊക്കെ ചെയ്യാൻ പറ്റും. നല്ല വെയിലാണ്. ഏകദേശം 10 മണി ആയിരിക്കുന്നു. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്. ഇവിടെ കുട്ടികൾക്കായുള്ള ചെറിയ അഡ്വഞ്ചർ ടൈപ്പിലുള്ള വാഹനങ്ങൾ ഓടിക്കാനാണ്. അങ്ങനെയാണ് ഇവിടെ ടയറിൻ്റെ ബാരിക്കോഡ് തീർത്തേക്കുന്നത്. ഇതെല്ലാം വർക്കിംഗ് ആണെങ്കിൽ ഈവനിങ് ആകണം. ആണെന്നില്ല.
നല്ല വെയിലുണ്ട് ഇവിടെ. ഇവിടെ അടുത്ത് കാണുന്നൊരു പള്ളിയാണ്, ഈ റോഡിലാണ്. ഇതിൽ കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. കൊറോണ ഏകദേശം പോയ മട്ടാണ്. നല്ല കൊറോണ പ്രോട്ടോക്കോള് പാലിച്ചുകൊണ്ട് അവിടെ എല്ലാവരും മാസ്ക് ഉപയോഗിച്ച് നിൽക്കുന്നത്. ഞാൻ ഏകദേശം തന്നെ ഇവിടെ ഒരു 5-6 തവണയെങ്കിലും വന്നിട്ടുണ്ടാകും പലപ്പോഴായിട്ട്. ഹായ്. ഇവിടെ കുട്ടികൾക്കെല്ലാം ഉള്ള ഈ ഗാർഡൻ വെഹിക്കിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ സ്കൂട്ടർ ടൈപ്പുള്ളതാണ്. ഗാർഡനിൽ കൂടെയൊക്കെ പോകുന്ന ടൈപ്പ്. അത് നമ്മൾ റെൻറ്റിനെടുക്കാൻ പറ്റും. അതിൻ്റെയാണ് ഈ കാണുന്നത്. കോവിഡിന് ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റേറ്റാണ് ഈ കാണുന്നത്. ഓരോ വാഹനങ്ങളുടെയും റേറ്റ്. ഇവിടെ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ കെട്ടിയിടിച്ചൊരു ബലൂണിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് നാൾ മുമ്പ് ഇത് ഇവിടെ നിരോധിച്ചിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്ന കണ്ടില്ലേ, നേരത്തെ ഒരുപാട് ഹൈറ്റിലൊക്കെ പോകുമായിരുന്നു. ഇതിവിടെ ഒരു കണ്ടെയ്നർ, ഉപയോഗശൂന്യമായ കണ്ടെയ്നർ തീർത്ത ഒരു ഹോട്ടലാണിത്. ഇതിൽ വളരെ മനോഹരമായിരിക്കുന്നു. വൈകുന്നേരം കൊണ്ടേ തുറക്കുള്ളൂ. വളരെ വലിയ പഴക്കമുള്ള വൃക്ഷങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അരയാലോ ആലോ കണ്ടുള്ളത്. ഈ ഹോട്ടലിൻ്റെ മുൻവശമാണിത്. ഈ ഒരു കിയോസ്ക് കണ്ടോ, പ്രത്യേക ഒരു വളരെ പുരാതനമായൊരു ഒരു കിയോസ്കാണ്. ടെലിഫോൺ വളരെ പഴയ കാലത്ത് ഈ കിയോസ്കൾക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടാകും. എത്രയോ ആൾക്കാർ ക്യൂ നിന്ന് ടെലിഫോൺ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ ഇത് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലാണ്. എന്നാലും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ സാധനം ഇപ്പോഴും ഉണ്ട്. എത്രയോ ആൾക്കാർ ക്യൂ നിന്ന് കോയിനിട്ട് വിളിച്ച ഒരു ബൂത്താണ് ഈ കാണുന്നത്. ടെലിഫോൺ ബൂത്ത്. മൊബൈൽ വന്നതോടെ തന്നെ എല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. UAE വരുന്നവർക്ക് തികച്ചും കാണേണ്ട ഒരു സ്ഥലമാണ്. നല്ല ബീച്ചാണ്. നല്ല ഒരു ഏകദേശം 2 മണിക്കൂർ നമുക്ക് കൂടെ ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഫുജൈറയിൽ നിന്ന് വരുമ്പോൾ, ഫുജൈറയിൽ നിന്ന് പുറപ്പെട്ടൻ വഴി വരുമ്പോൾ ഫുള്ള് ഒരു വശത്ത് മുഴുവൻ കടലാണ്. കടലിൻ്റെ തീരത്തിലാണ് നമ്മൾ വരുന്നത്. ഇവിടെ എത്തിയത് കഴിഞ്ഞാൽ ഇതൊരു ഉൾക്കടൽ പോലെയാണ്. അകത്തോട്ട് കയറി കിടക്കുന്നത്, കോവളം പോലെ അകത്തോട്ട് കയറി കിടക്കുന്ന സ്ഥലമാണ്. തിരകൾ വളരെ കുറവാണ്. അതിനാണ് ഇത്രയും ആൾക്കാർ വരുന്നത്. അപ്പോൾ ഞാനിവിടുത്തെ ഇറങ്ങുകയാണ്. ഇനി ഇവിടെ അടുത്തന്നെ ഒരു ചെറിയ ബീച്ചുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയൊന്നും കൂടി കാണാം. ഇവിടെ റോഡിലൊക്കെ തന്നെ നല്ല പൂച്ചട്ടികളെല്ലാം വെച്ച് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് ഷാർജയുടെ ഏരിയയാണ്.